സോ കഴിഞ്ഞ ദിവസം നബി സുമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീക്കെതിരെ ഒരു സഖാഫി ഇബ്രാഹിം സഖാഫി ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഭർത്താവ് മരിച്ച് 25 വർഷം കഴിഞ്ഞിട്ട് അവർ യാത്ര പോയതിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീക്ക് യാത്ര പോകുന്നതിന് മതം എന്തെങ്കിലും തടസ്സം പറയുന്നുണ്ടോ? യഥാർത്ഥത്തിൽ സ്ത്രീക്കെതിരെ അങ്ങനെ യാത്ര പോകേണ്ട കാര്യമുണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ കാലത്ത് ഇതൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഭർത്താവ് മരിച്ച ആളായാലും ആരായാലും യാത്രകളൊക്കെ പോകുന്നതിന് എന്തെങ്കിലും മതം തടസ്സമായി നിൽക്കുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞതിന് ഞാൻ മറുപടി പറയേണ്ടതില്ല. അദ്ദേഹം എന്താ പറഞ്ഞത് എനിക്കറിയുകയുമില്ല. പിന്നെ സ്ത്രീകൾക്ക് യാത്ര പോവാൻ കൂടെ ഭർത്താവ് അല്ലെങ്കിൽ മഹ്റം വേണമെന്ന് ഇപ്പൊ ഹജ്ജിന്റെ നിയമത്തിൽ വരെ ഉണ്ടല്ലോ. അന്യ സ്ഥലത്തേക്ക് സ്ത്രീകൾ യാത്ര പോകുമ്പോൾ അവർക്ക് വിശ്വസ്തത കൈവരിക്കാനുള്ള പുരുഷന്മാർ കൂടി വേണം. അത് ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ, പിതാവ് തുടങ്ങിയ ആളുകൾ വേണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ സ്ത്രീ അങ്ങനെ യാത്ര പോകേണ്ടതുള്ളൂ. പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നിങ്ങൾ ഭാര്യമാരെ ഒറ്റയ്ക്ക് നിങ്ങൾ വിടൂലല്ലോ അവിടെ. അങ്ങനെ ഏതെങ്കിലും ഒരുപക്ഷെ നിങ്ങളെ ഒരു ഭാര്യ ഉണ്ടായിരിക്കാം. പൊതുവെ ആരും അങ്ങനെ വിടാറില്ല. അവർക്ക് സൗകര്യം തിക്കുകൂടാനും കഴിയും. ചിലപ്പോ ടിക്കറ്റ് എടുക്കുന്നത് തിക്കും ഒക്കെ ഉണ്ടാവും. അതുവരെ സ്ത്രീകൾക്ക് കഴിയില്ല. അപ്പൊ കൂടെ ഒരാളൊരു പുരുഷനുണ്ടാവുക അത് സ്വാഭാവികമാണ്. അതായത് ഈ നഫീസുമ്മ പോയത് അവരുടെ മകളുടെ കൂടെയാണ് പോയത്. അതൊന്നും എനിക്കറിയില്ല. ഇബ്രാഹിം പറഞ്ഞത് നഫീസുമ്മ. ഞാനതൊന്നും അറിയില്ല. ഞാൻ മറുപടി പറയേണ്ടതില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏത് ഇബ്രാഹിമാ പറഞ്ഞത്, ഏത് നഫീസുമ്മയാണ്, അതൊന്നും എനിക്കറിയില്ല. ഞാൻ ആ വിവരം തന്നെ സക്കാഫി പുഴക്കാട്ടിൽ ഞാൻ കേട്ടിട്ടേ ഇല്ല.